ഒരാളെ ആലിംഗനം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രോട്ടോകോൾ നോക്കണം, ജാതി നോക്കണം, രാഷ്ട്രീയം നോക്കണം. അല്ലാതെ ഒന്നും പോയി ആരും ഒന്നും ചെയ്യരുത്. 2 ദിവസമായി സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ IAS. നമുക്കറിയാം എന്താ കാര്യം. മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തു. അതാണ് ഈ IASകാരിയായ ദിവ്യ എസ് അയ്യർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആലിംഗനം ചെയ്യുന്ന സമയത്ത് അവർ പ്രോട്ടോകോൾ നോക്കിയില്ല, ജാതി നോക്കിയില്ല, രാഷ്ട്രീയം നോക്കിയില്ല. ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോട്ടോ. അങ്ങനെയൊക്കെയുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രോട്ടോകോൾ നോക്കിയില്ല എന്ന് പറയുന്നവരോട് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിന് മറുപടി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റൊന്നുമല്ല, സ്നേഹത്തിന് എന്ത് പ്രോട്ടോകോൾ? ശരിയാണ്, സ്നേഹത്തിന് എന്ത് പ്രോട്ടോകോൾ? നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരാളോട് ഒരു യാത്ര പറയുമ്പോൾ ചിലർ ഷെയ്ക്കാൻഡ് കൊടുക്കും, ചിലർ ആലിംഗനം ചെയ്യും. അത് ഓരോരുത്തർക്കും തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. അതിനൊക്കെ തെറ്റ് കണ്ടുപിടിച്ച് അത് ഭയങ്കര സംഭവമായി അതിലൊരുപാട് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പറയുന്ന ആൾക്കാരോട് അത് അവരുടെ മനസ്സിൻ്റെ വൈകൃത്യം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയൊക്കെ കരുതുന്ന മനുഷ്യരുണ്ടോ? അവർ പ്രോട്ടോകോൾ നോക്കിയില്ല. മന്ത്രിയേക്കാൾ എത്രയോ താഴെയാണ് ഒരു IASകാരി. ഒരു പ്രോട്ടോകോൾ നോക്കിയില്ല, ജാതി നോക്കിയില്ല. ദിവ്യ എസ് അയ്യർ, കെ രാധാകൃഷ്ണൻ, അതൊക്കെ പ്രശ്നങ്ങളാണ്. ജാതി നോക്കിയില്ല, രാഷ്ട്രീയം നോക്കിയില്ല. ഇപ്പൊ എൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ അവരെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യാൻ പാടുണ്ടോ? പല പൊരുത്തക്കേടുകളും പല സമയത്തും ഉണ്ടാകാം. പക്ഷേ ഈ സ്നേഹം, നമ്മൾ പച്ച മനുഷ്യരാണെന്നുള്ളൊരു കാര്യം ഓർക്കുക. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം, ആ ഒരു കാര്യം അത് വാങ്ങിക്കാനൊന്നും കിട്ടുന്നതല്ല, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആ ഒരു വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു ആലിംഗനം, അവർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു മനുഷ്യനാണ്, ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ ആ ഒരു സ്നേഹ പ്രകടനമാണ് ദിവ്യ എസ് അയ്യർ ഒരു ആലിംഗനത്തിലൂടെ നടത്തിയത്. അതിനാണ് ദിവ്യ എസ് അയ്യറുടെ ഭർത്താവിനോ അല്ലെങ്കിൽ കെ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്കോ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് സദാചാര ഗുണ്ടകൾക്കുള്ളത്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് മനുഷ്യർക്ക് പരസ്പരം തമ്മിലടിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. പക്ഷേ ആ ഒരു വഴക്ക് മാറാൻ സ്നേഹം കൊണ്ട് മാത്രമേ ഒരു വഴക്ക് മാറ്റാൻ കഴിയൂ. അതാരും മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടുവരുന്ന ഒരു പ്രവണത, മറ്റുള്ളവരെ കുറിച്ച് ദൂഷിപ്പ് പറയുക, കുറ്റം പറയുക, ഇതൊക്കെ ആൾക്കാരൊരു ആഘോഷമാക്കിയെടുത്തിരിക്കുകയാണ്. നേരെ മറിച്ച് ഒരാളുടെ നന്മ, അയാൾ ചെയ്യുന്നൊരു നല്ല കാര്യം പറയാൻ എല്ലാവരും ഒന്ന് മടിക്കും. അത് പറയണോ? അത് പറഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര സംഭവമായി പോകുമല്ലോ. അപ്പം അത് പറയാൻ എല്ലാവർക്കും ഒരു മടിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ, അത് എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാവരെയും ഞാൻ പറയില്ല, പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് വഴക്കുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിസ്സാര സമയം മതി, ചെറിയ ചെറിയ കാരണങ്ങൾ മതി. പക്ഷേ തമ്മിലടിക്കാതെ നല്ല രീതിയിൽ പോകാൻ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ. പല പൊരുത്തക്കേടുകളും പല സമയത്തും ഉണ്ടാവുമെങ്കിലും സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്തായി ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ആലിംഗനം അതൊരു മോശമായ രീതിയിൽ കാണേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യണോ വേണ്ട, ചെയ്യണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു ചെയ്യണം. കാരണം ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം, നമ്മൾ പറയണം. ഇനി മനസ്സിലാക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉറങ്ങിക്കിടന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും ലോകം ഇത്ര പുരോഗമിച്ചിട്ടും ഇപ്പോഴും പഴയ എന്തൊക്കെയോ മനസ്സിലാച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്തായാലും നമ്മൾ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ പ്രോട്ടോകോള് ഇത് എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ഇപ്പം നമ്മൾക്ക് നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരിപ്പോൾ ആയിരിക്കാം. പക്ഷെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊന്ന് അവരെ ആലിംഗനം ചെയ്യണമെന്ന് തോന്നും. പക്ഷെ നമ്മളതൊരു പുഞ്ചിരിയിൽ ഒതുക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുപോലെ അവർക്ക് അത്ര പരിചയമുണ്ട്. ആ ഒരു യാത്ര പറച്ചിൻ്റെ സമയത്ത് അവരതങ്ങനെ ആലിംഗനം ചെയ്തു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചെയ്ത ഒരു കാര്യമാണ്. അതങ്ങനെ ചിന്തിക്കുക. നമ്മളങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. എന്തിനാണ് ഇങ്ങനെ അതിൽ ജാതി, ദിവ്യ എസ് അയ്യർ, കെ രാധാകൃഷ്ണൻ, ജാതി, മതം, രാഷ്ട്രീയം, പ്രോട്ടോകോള്, താഴ്ന്നത് ഉയർന്നത്, എന്താ ആവശ്യം? എന്ത് കാര്യമുണ്ട് ഇതിൻ്റെ? അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം
ഈ ഒരു കാര്യം ചിലപ്പോൾ ഞാൻ ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.